എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും കർക്കിടകം സ്പെഷ്യലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യവും നമുക്ക് വളരെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ തയ്യാറാക്കി കഴിക്കേണ്ടതായ പ്രാധാന്യമുള്ള ഒരു ലഡുവാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു ലഡുവിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ചേരുവകൾ കൊണ്ടാണ് തലമുടി വളർച്ചയ്ക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും എല്ലിന്റെ ബലത്തിനും കൊളസ്ട്രോളും പ്രമേഹവും കുറയ്ക്കാനും നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ലഡു വളരെ തന്നെ ഉത്തമമാണ്. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് തലമുടി കൊഴിച്ചില്, പോലെ തന്നെ നിറവും തൂക്കമില്ലായ്മയും. നിങ്ങളുടെ എല്ലാവരുടെയും വിളർച്ചയും തളർച്ചയും ഒക്കെ മാറ്റാനായിട്ട് ഇതുപോലൊരു ഹെൽത്തി ലഡു നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരൊരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്ത് വെക്കാനാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഹെൽത്തി ലഡു തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് നല്ല പഴുത്ത പഴമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴത്തിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. ഞാനിവിടെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1.5 സ്പൂൺ അളവിൽ എള്ള് കൂടെ ചേർക്കാം. എള്ള് ഉപയോഗിക്കുമ്പോൾ നല്ല പോലെ കഴുകിയതിന് ശേഷമായിരിക്കണം നമുക്ക് എടുക്കേണ്ടതും. ഇനി എള്ള് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. എല്ലാ എള്ളും നല്ല പോലെ പൊട്ടി വരാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഏത്തപ്പഴം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പഴം നല്ലതുപോലെ ഉടഞ്ഞ് നല്ലവണ്ണം ഒന്ന് കുഴഞ്ഞ രീതിയിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ ഒന്ന് ഉടച്ച് വഴറ്റേണ്ടത്. ഇപ്പോൾ നമ്മുടെ പഴം നല്ല പോലെ തന്നെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഉടയാത്ത കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം ഈ ഒരു പഴം മറ്റൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. വഴറ്റിയെടുത്തിട്ടുള്ള പഴം നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും അതേ പാൻ തന്നെയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഈ പാനിലേക്ക് 2 കൈപ്പിടിയോളം നാളികേരം തിരുമിയതാണ് ചേർക്കുന്നത്. നാളികേരത്തിന്റെ കൂടെ തന്നെ ഒരു 5-6 ഏലക്ക കൂടെ ചേർക്കാം. ഇനി നാളികേരത്തിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കണം. നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന മാത്രയിൽ നമുക്കിതിലേക്ക് 200 ഗ്രാം അളവില് പിങ്ക് കളർ അവലൂടെ ചേർക്കാം. അവലെടുക്കുമ്പോൾ നല്ലതുപോലെ പേറ്റി അതിന്റെ പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷമായിരിക്കണം നമുക്ക് എടുക്കേണ്ടതും. ഈ ഒരു സമയത്ത് നമ്മുടെ നാളികേരത്തിന്റെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നു. ഇനി ഇതിലേക്ക് അവലും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നാളികേരവും അവിലും നല്ല പോലെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതും. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഇടയ്ക്കിടയ്ക്ക് അവിലിന്റെ പാകം നോക്കേണ്ടതാണ്. കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ പൊടിഞ്ഞു പോകുന്ന പരുവമാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ അവില് നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അവില് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് പൊടിച്ചു കൂടി എടുക്കണം. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഒരു 10 ഈത്തപ്പഴം ഇതിന്റെ കുരുവെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. അവിലും നാളികേരവും ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ കുരു കളഞ്ഞിട്ടുള്ള ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഒന്നുകൂടെ പൊടിച്ചെടുക്കാനായിട്ടും. ഈ ഒരു രീതിയിൽ വീണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത പൊടി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ഏത്തപ്പഴവും മധുരത്തിന് ആവശ്യമായ 1.5 സ്പൂൺ അളവിലെ ശർക്കര പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ല പോലെ തിരുമി ഒന്ന് കുഴച്ചെടുക്കണം. അവിലും ഏത്തപ്പഴവും ഒക്കെ നല്ല പോലെ തന്നെ ഒന്ന് ജോയിന്റ് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ടതും. നല്ല മയത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാവുന്നതാണ്. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് മധുരം ചേർക്കാതെ വേണം തയ്യാറാക്കി എടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡു ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലഡു ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലഡു ഞാനിവിടെ എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരീരക്ഷീണം മാറാനും നല്ല നിറമൊക്കെ വെക്കാനും അതുപോലെ നമ്മുടെ തലമുടി വളർച്ചയ്ക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ ബലത്തിനും ഈ ഒരു കർക്കിടക മാസത്തിൽ തന്നെ നിങ്ങളിത് തയ്യാറാക്കി കഴിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു.
വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന അമ്മമാർക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.